ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും കർത്താവ് ആ കാലഘട്ടങ്ങളിലെ 7 സഭാസമൂഹങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഓരോ സഭയ്ക്കും കർത്താവ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ചില പരാതികൾ പലപ്പോഴും കർത്താവ് പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം ആരംഭത്തിൽ നമ്മൾ കാണുന്നത് സാർദിസിലെ സഭയ്ക്കാണ്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു പരാതി, നീ ജീവിക്കുന്നവനെ പോലെ കാണപ്പെടുന്നു, പക്ഷേ നീ മൃതനാണ്. നീ ജീവിക്കുന്ന പോലെ കാണപ്പെടുന്നെങ്കിലും സത്യത്തിൽ നീ ചത്തതുപോലെയാണ് നിൻ്റെ ജീവിതം എന്ന് കർത്താവ് അവരോട് പറയുന്നു. എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം സാർദിസിലെ സഭയ്ക്ക് കർത്താവ് നൽകുന്നുണ്ട്. കർത്താവ് അവരോട് പറയുന്നു, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഉണരണം. പിന്നീട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമാക്കണം. അത് ഇപ്പോൾ പൂർണ്ണമായിട്ട് കാണുന്നില്ല, ഇത് പൂർണ്ണമാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഇതുപോലുള്ള സന്ദേശങ്ങൾ കർത്താവ് വ്യക്തമായിട്ട് ആ സഭയ്ക്ക് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിന്നിൽ ആസന്ന മരണമായി കാണുന്നതിനെ ഉത്തേജിപ്പിക്കണം. കർത്താവ് വീണ്ടും നൽകുന്നൊരു സന്ദേശമാണ് ഈ സാർദിസിലെ സഭയ്ക്ക്. അപ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു മന്ദത വരുന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൽ, പ്രാർത്ഥനയിൽ നമ്മൾ ചൈതന്യത്തിലേക്ക്, ജീവനിലേക്ക് തിരിച്ചു വരണം എന്ന് കർത്താവ് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് ചൈതന്യത്തിലേക്ക് വന്ന്, വരപ്രസാദത്തിൻ്റെ നിറവിലേക്ക് വന്ന്, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വന്നാൽ കർത്താവ് ആ സഭയ്ക്ക് നൽകുന്ന വാഗ്ദാനം വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിലെ നമ്മൾ വായിക്കുന്നു. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇതാണ്. ആദ്യം കർത്താവ് പറയുന്നത്, നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ വെള്ളവസ്ത്രം? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതത്തെ സൂചിപ്പിക്കുന്നു. ഈ വെള്ളവസ്ത്രം വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ വിശുദ്ധിക്കെതിരെ ഒത്തിരിയേറെ തരത്തിലുള്ള സാധ്യതകൾ, ആ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മൾ TV തുറക്കുകയാണെങ്കിലോ നമ്മുടെ മൊബൈൽ തുറക്കുകയാണെങ്കിലോ ഒക്കെ ഈ പാപത്തിലേക്ക് വഴുതി വീഴാനായിട്ടുള്ള സാധ്യതകൾ ഇറ്റ്സ് ഓൺ ദ ഫിംഗർ ടിപ്സ്. നമ്മൾ പാപത്തിലേക്ക് മാറാനായിട്ട് പെട്ടെന്ന് ഇട നൽകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഒത്തിരിയേറെയുണ്ട്. അതിപ്പോൾ ഇൻ്റർനെറ്റ് ആയാലും, അത് അശ്ലീലമായിട്ടുള്ള ചില സൈറ്റുകളാണെങ്കിലോ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒത്തിരി സാധ്യതകൾ ഇന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷെ അതൊക്കെ അവിടെയൊക്കെ പാപത്തിൻ്റെ ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്കിടവരണം. അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളിലെ ഇതൊരു തരം പലപ്പോഴും പിള്ളേരുടെ ഇടയിലൊക്കെ വാചകങ്ങളിൽ നിന്ന് ബെസ്റ്റി, അതായത് ഒരു മെച്യൂറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ അതിനേക്കാളും ഉപരിയായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു യൂസ് ആൻഡ് ത്രോ, ഒരു രസം, ആ രീതിയിലെ റിലേഷൻഷിപ്സിനെയും നോക്കിക്കാണുന്ന പ്രവണതകൾ ഇന്ന് കൂടി വരികയാണ്. ഇതൊക്കെ ഒരു രസം, തേച്ചു പോകുക. പിള്ളേരുടെ ഇടയിലത്തെ വാചകങ്ങളും വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ. അവനെ പറ്റിച്ചു പോകുക, തേച്ചു പോകുക, ഇതൊക്കെയാണ് പിള്ളേർ പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് ജീവിച്ചാലാണ് കർത്താവ് പറയുന്ന ജീവൻ്റെ സമൃദ്ധിയിൽ, ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ജീവിച്ചാലാണ് കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏറ്റുപറയുകയുള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് ജീവിക്കണം. ഇത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട്, നിർബന്ധമായിട്ടും നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം, സുവിശേഷ ഭാഗ്യങ്ങളിൽ കർത്താവ് വ്യക്തമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഹൃദയ പരിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവിക അനുഭവം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണം, ഹാർട്ട് പ്യുവറാകണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ
പഠിച്ചാലാണ് ജീവിതത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് കർത്താവ് നോ പറയേണ്ട കാര്യങ്ങളോട് നോ പറയണം. കർത്താവ് വളരെ ശക്തമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 28-ഉം 29-ഉം തിരുവചനങ്ങളിലെ കർത്താവ് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നിൻ്റെ പ്രവൃത്തി മാത്രമല്ല കർത്താവ് നോക്കണേ, വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്. നിൻ്റെ ചിന്തകൾ വിശുദ്ധമാണോ? നിൻ്റെ വിചാരങ്ങൾ വിശുദ്ധമാണോ? നിൻ്റെ നിയോഗങ്ങൾ വിശുദ്ധമാണോ? ഇതാണ് കർത്താവ് പരിശോധിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്തെറിഞ്ഞ് കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാളും നല്ലത് അവയവങ്ങളൊന്ന് നഷ്ടപ്പെടുകയാണ്. നമ്മൾ എന്തുമാത്രം ശക്തമായിട്ട് ചില കാര്യങ്ങളോട് നോ എന്ന് പറയണം എന്നുള്ളതാണ് കർത്താവ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണ് ചുവന്നെടുത്ത് കളയുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ചിലത് നോ എന്ന് പറയേണ്ടത്, ചിലത് നോക്കരുത്, നോക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോക്കണ്ട. ചിലത് നോ എന്ന് പറയേണ്ടത് നോ എന്ന് പറയണം. ചില കാര്യങ്ങളോട് ചില ആൾക്കാർ ചിലത് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയണേ പറ്റില്ല എന്ന് പറയണം. അതിനുള്ള ആർജവത്തെ നമുക്കുണ്ടാകണം, നല്ല ചങ്കുറപ്പ് നമുക്കുണ്ടാകണം, അതിനുള്ള കൃപയുടെ നിറവ് നമുക്കുണ്ടാകണം. അതാണ് ശരി. ശരി എന്നും തെറ്റെന്നും മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെ നമ്മുടെ ഉള്ളിലെ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. അതിനെ നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ കാണരുത്. കർത്താവ് അതുകൊണ്ടല്ല ഇത്ര ശക്തമായിട്ടുള്ള വാചകങ്ങൾ പറയുന്നത്. കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിലേ ശക്തമായിട്ട് നോ എന്ന് പറയാൻ സാധിക്കണം. അത് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ കർത്താവ് പറയുന്ന ഈ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടവരിക. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മളുടെ മരിയ ഗുരുത്തിയുടെ സംഭവം. വിശുദ്ധ മരിയ ഗുരുത്തി 1890 മരിയ ഗുരുത്തി ജനിക്കുന്നത്. അപ്പൻ്റെ മരണശേഷം അമ്മയോട് ചേർന്നുകൊണ്ട് ആ കുടുംബത്തെ, തൻ്റെ സഹോദരങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന മരിയ ഗുരുത്തിയാണ്. പിന്നീട് 12-ാം വയസ്സൊക്കെ ആകുമ്പോഴേക്കും അപ്പച്ചൻ മരണപ്പെടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മരിയ ഗുരുത്തിയാണ്. തൻ്റെ കുടുംബത്തോട് ചേർന്ന് തന്നെ താമസിക്കാൻ വന്ന ചെറുപ്പക്കാരനായ അലക്സാണ്ടർ എന്ന് പറയുന്ന പയ്യൻ പലയാവർത്തി മരിയ ഗുരുത്തിയെ പാപത്തിനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നോ എന്ന് വ്യക്തമായിട്ട് പറയാൻ മരിയ ഗുരുത്തിക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ പാപത്തിൻ്റെ ആസക്തിയാൽ ദുർമോഹങ്ങളിൽ പെട്ടുപോകുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പാപത്തിനായിട്ട് നിർബന്ധിക്കുമ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗോഡ് ഡസിൻ ലൈക്ക് ഇറ്റ് നോട്ട് ടു സിൻ. കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്ന മരിയ ഗുരുത്തിയെ 14 തവണ കത്തി കൊണ്ട് മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് വിശുദ്ധിയുടെ സ്നേഹപ്രകടനം എന്നുള്ള രീതിയിൽ മരിയ ഗുരുത്തി പറയുന്ന മനോഹരമായ വാചകമുണ്ട്, അലക്സാണ്ടറോട് പറയണം ഞാൻ അവനോട് ക്ഷമിച്ചു എന്ന്. അത് പറഞ്ഞുകൊണ്ടാണ് മരിയ ഗുരുത്തി മരിക്കുന്നത്. അലക്സാണ്ടർ തീർച്ചയായിട്ടും ജയിലിലാകുന്നുണ്ട്. ദീർഘകാലം ജയിൽവാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അലക്സാണ്ടർ ജീവിതത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ പിന്നീട് ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ മരിയ ഗുരുത്തി അലക്സാണ്ടർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും വെളുത്തൊരു ലില്ലിപ്പൂവ് ഈ അലക്സാണ്ടറിന് സമ്മാനിക്കുകയും മരിയ ഗുരുത്തി സ്വപ്നത്തിൽ അലക്സാണ്ടറോട് പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്, ഞാനിപ്പോൾ ഈശോയോട് കൂടെ പറുദീസയിലാണ്, എനിക്ക് ആഗ്രഹമുണ്ട് നീയും എന്നോടൊപ്പം ആ പറുദീസയിൽ ആകണമെന്ന്. ഇത് അലക്സാണ്ടർ എന്ന് പറയുന്ന പാപത്തിൻ്റെ, നിരാശയുടെ, ജയിലിൻ്റെ മധ്യത്തിൽ ജയിലിൻ്റെ നരകയാതനകൾ അനുഭവിക്കുന്ന ആ ചെറുപ്പക്കാരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുകയാണ്. അവരുടെ ജീവിതം ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. ദീർഘകാലത്തെ ജയിൽവാസത്തിന് ശേഷം പിന്നീട് വിമോചിതനാകുന്ന ഈ അലക്സാണ്ടർ മാനസാന്തരപ്പെട്ട് ആദ്യം ചെല്ലുന്നത് മരിയ ഗുരുത്തിയുടെ അമ്മയെ കാണാനാണ്. അമ്മയെ കണ്ടുകൊണ്ട് തൻ്റെ പാപത്തിന് മാപ്പ് പറയുന്ന അലക്സാണ്ടർ, അമ്മച്ചിയുടെ പേര് അസാന്ത എന്നാണ്. അപ്പോൾ അമ്മച്ചി പറയുന്ന മനോഹരമായൊരു വാചകം ക്രിസ്തീയ ക്ഷമയുടെ മനോഹരമായിട്ടുള്ളൊരു പ്രകടനമാണ്. എൻ്റെ മകള് നിനക്ക് മാപ്പ് നൽകി കഴിഞ്ഞു. വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളിത് കാണുന്നുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം, ഹീബ്രൂസ് 12:15. പലപ്പോഴും ഈ വിദ്വേഷം അശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം
പലരും അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ട് തീരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ശത്രുത, ആ ശത്രുതയുടെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ അശുദ്ധിയിൽ ജീവിതം വീണു പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പല പാപത്തിൻ്റെ അവസ്ഥകളിൽ നമ്മൾ വീണു പോകുന്നതിൻ്റെ ഒരു കാരണം ഈ വിദ്വേഷത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോഴാണ്. ജീവിതത്തിൽ വിദ്വേഷത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. സോ യു ആർ ചെയിൻഡ് ബൈ ദീസ് എനിമിറ്റി. ഈ ഹേട്രഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചങ്ങലയിടപെടുകയാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ജീവൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകും. നോ എന്ന് പറയേണ്ട സാഹചര്യങ്ങളോട് കൃത്യമായിട്ട് നോ എന്ന് പറയാനായിട്ട് നമുക്ക് ഇടവരണം. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനത്തിലെ ആത്മാവിൻ്റെ വാളെടുക്കാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനം, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. നമ്മളൊരു യുദ്ധം ജയിക്കുന്നത് വാളുകൊണ്ടാണ് യുദ്ധം ജയിക്കുന്നത്. നമ്മൾ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുകയാണെങ്കിൽ പടത്തൊപ്പി രക്ഷയുടെ നമ്മളവിടെ കാണുന്നുണ്ട്. നീതിയുടെ കവചം ധരിക്കാനായിട്ട് അവിടെ പറയുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ പാദരക്ഷകൾ അണിയാനായിട്ട് അവിടെ പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പരിചയ ധരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മുറിവേൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ യുദ്ധം ജയിക്കണമെങ്കിൽ, ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ വാളെടുക്കണം. ആ വാള് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ്. കർത്താവ് പറയുന്ന വാചകങ്ങൾ നമ്മളത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. കർത്താവ് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വാചകം കർത്താവ് തന്നെ പറഞ്ഞ വാചകമാണ്, ഹൃദയപരിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്തെ കാണും. അപ്പോൾ വിശുദ്ധിക്കെതിരായിട്ടുള്ള പ്രലോഭനങ്ങൾ വരുന്ന സമയങ്ങളിലൊക്കെ ഈ കർത്താവ് തന്നെ പറഞ്ഞ ഈ തിരുവചനങ്ങൾ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുമ്പോൾ ആത്മാവിൻ്റെ വാളെടുക്കുന്നതാണത്. അത് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിന് നിലനിൽക്കാനായിട്ട് വലിയ ശക്തി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നൽകും. എൻ്റെ കൂടെ തന്നെ പഠിപ്പിച്ചിരുന്നൊരു സാറിനോട് പറഞ്ഞതാണ്, വി പി ജോസഫ് എന്നാണ് സാറിൻ്റെ പേര്, ഡോക്ടർ വി പി ജോസഫ്. സാറ് പറയുന്നത് വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ടുള്ളൊരു വഴി ഇതാണ്, ഈ ആത്മാവിൻ്റെ വാളെടുക്കുക. ഈ ആത്മാവിൻ്റെ വാളെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു മേഖല നമുക്ക് ജയിക്കണമെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കർത്താവ് വചനത്തിലൂടെ അരുളി ചെയ്തത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4:7, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആവർത്തിക്കുമ്പോൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് നമ്മൾ എടുക്കുകയാണ്. അതെടുത്തു കഴിയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ നിറയുകയും എൻ്റെ ജീവിതത്തിൽ നിറയുകയും ആ ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് എനിക്ക് ഇടവരികയും ചെയ്യുമെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം വരണമെങ്കിലേ ഈ വിശുദ്ധിയിൽ നിലനിൽക്കണം. ഈ വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോഴാണ് കർത്താവ് അനുഗ്രഹങ്ങൾ ചൊരിയുക. അല്ലെങ്കിൽ അതൊരു വലിയ ബ്ലോക്കായിട്ട് നിൽക്കും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, വിവാഹ ജീവിതം നയിക്കുന്നവരെ, ഏതെങ്കിലും തരത്തിലൊക്കെ അവരുടെ ജീവിതത്തിലെ പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നത് ആ വിശുദ്ധിയിൽ നിലനിൽക്കാനാണ്. ഞാൻ പലപ്പോഴും കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യം, ഒരു ഭർത്താവിനെ വിളിക്കുകയാണെങ്കിൽ ആ ഭർത്താവിൻ്റെ ഹൃദയം തുറന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഭാര്യനെ കാണാൻ പറ്റണം. ഭാര്യനെ മാത്രമേ കാണാൻ പറ്റൂ ഭാര്യയുടെ സ്ഥാനത്ത്. തീർച്ചയായിട്ടും മാതാപിതാക്കളും മക്കളൊക്കെ ഉണ്ടാകണം, പക്ഷെ ഭാര്യയുടെ സ്ഥാനത്ത് ഭാര്യ മാത്രം ഉണ്ടാകാൻ പാടും. ഒരു ഭാര്യനെ വിളിക്കുകയാണെങ്കിൽ ഹൃദയം തുറന്ന് നോക്കിയാൽ അതിൽ ഭർത്താവിനെ കാണാൻ സാധിക്കണം. ഭർത്താവ് മാത്രമേ ആ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകാൻ പാടൂ. ഇതിനാണ് ദാമ്പത്തിക വിശ്വസ്തത എന്ന് പറയുക. ഇതാണ് വിശുദ്ധി, ദാമ്പത്തിക വിശ്വസ്തത എന്ന് പറയണത്. അത് അവിടെ എന്തെങ്കിലും ഒളിച്ചുകളികൾക്ക് പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ അനുഗ്രഹം നഷ്ടമാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടാകണമെങ്കിൽ
ഈ വിശുദ്ധിയിൽ നിലനിൽക്കണം. ബാക്കി എന്ത് ഒളിച്ചുകളി പോയാലും അതൊക്കെ കർത്താവ് പിടിക്കണ്ട, അത് കർത്താവ് പിടിക്കും. അതുകൊണ്ട് ഇതിൽ ഗ്രൗണ്ടഡ് ആക്കണം. വേറെ ഇത് കാണുമ്പോൾ അത് കാണുമ്പോൾ ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതൊരു യൂസ് ആൻഡ് ത്രോ കൾച്ചറാണല്ലോ. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന മക്കൾ ഈ വിശുദ്ധിയിൽ നിലനിൽക്കണം. കല്യാണം കഴിഞ്ഞിട്ടാണ് സഭ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് ദാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ. സഭയുടെ പഠനം അതാണ്. അത് കർത്താവ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ തന്നെ നിൽക്കണം. ആ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ടുള്ളൊരു ജീവിതശൈലി നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഒരു ജീവിതശൈലി ആകണം. അത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നമ്മൾ കാണുന്നത് വിശുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ കണ്ണി കണ്ട വൃത്തിയായിട്ട കാര്യങ്ങൾ മുഴുവൻ ഇൻ്റർനെറ്റിലോ ഇതിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഈ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ് കാണാം. ഒരു പച്ച കണ്ണാട വെച്ച് ഈ കണ്ണാട പച്ച കളറാണെങ്കിൽ കാണുന്നത് മുഴുവൻ പച്ചയായിരിക്കും, കാണുന്നത് മുഴുവൻ പാപമായിരിക്കും. അതുകൊണ്ട് നീ കർത്താവിൻ്റെ വിശുദ്ധിയുടെ കണ്ണാടി എടുത്ത് ധരിക്കണം. അപ്പോൾ കാണുന്നത് മുഴുവൻ വിശുദ്ധമായിട്ട് കാണാൻ സാധിക്കും. കർത്താവ് കാണുന്ന പോലെ കാണാൻ സാധിക്കണം. ഈശോ കാണുന്ന പോലെ കാണാൻ സാധിക്കണം. അതിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നേ എൻ്റെ കണ്ണിന് പ്രകാശം ഉണ്ടാകണം, കണ്ണ് വിശുദ്ധമാകണം. കണ്ണ് ഇരുട്ടാണെങ്കിൽ പിന്നെ എല്ലാം ശരീരം മുഴുവൻ ഇരുട്ടാകുമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നിൻ്റെ കാഴ്ചപ്പാടുകളും കാഴ്ചകളും വിശുദ്ധമായിട്ടൊരു കാഴ്ചയായിട്ട് തീരണം എന്ന് വളരെ ശക്തമായിട്ട് തന്നെ കർത്താവ് അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനൊരിക്കലേ അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാനെ അസീസി കാണാനായിട്ട് ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. പുണ്യവാൻ ജീവിച്ച അസീസിയിലെ വ്യത്യസ്തമായിട്ടുള്ള ഭവനങ്ങൾ കാണാനായിട്ടൊക്കെ ഇടവന്ന സാഹചര്യത്തിൽ അവിടെ എന്നെ ആകർഷിച്ച ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ സെൻറ്റ് മേരി ഓഫ് ഏഞ്ചൽസ് ബസിലിക്ക, അവിടെ അതിൻ്റെ മുൻഭാഗത്തായിട്ട് റോസാ ചെടികളുണ്ട്, കൃഷി ചെയ്തിട്ടുണ്ട് റോസാ ചെടികൾ. ഈ റോസിന് മുള്ളുകളില്ല, മുള്ളില്ലാത്ത റോസാ ചെടികളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, രണ്ടാം ക്രിസ്തുവായി ജീവിക്കുന്ന അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ ഒരു കാലഘട്ടങ്ങളിൽ മുഴുവൻ ലോകത്തിൻ്റെ രൂപിയിൽ ലോകം ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. പിന്നീട് കർത്താവ് പിടികൂടി കഴിഞ്ഞപ്പോൾ തൻ്റെ എല്ലാം കർത്താവിന് വേണ്ടി വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് രണ്ടാം ക്രിസ്തു പോലെ എല്ലാം ജീവിച്ച് സഭയുടെ നവീകരണത്തിന് വേണ്ടി ഒരുപക്ഷെ കർത്താവിന് അതുപോലെ അടുത്ത് അനുകരിച്ചൊരു വ്യക്തിയായതുകൊണ്ടായിരിക്കുന്നത് സെക്കൻഡ് ക്രൈസ്റ്റ് എന്നൊക്കെ അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാനെ വിളിക്കുന്നത്. അങ്ങനെ ജീവിച്ച അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ ഒരു ദിവസം വൈകുന്നേരം വിശുദ്ധിക്കെതിരെ വലിയൊരു പ്രലോഭനം ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അതിനെ വിധേയപ്പെടാതെ അതിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ശക്തമായിട്ട് മഞ്ഞ് പെയ്യുകയാണ്. മഞ്ഞിൽ കിടന്ന് ഉള്ളുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത് അവിടെയുള്ള കൂർത്ത മുള്ളുകളുള്ള റോസാ ചെടിയിലേക്ക് എടുത്ത് ചാടുകയാണ്. അതിൽ കിടന്ന് ഉള്ളാണ്. കർത്താവ് അപ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിച്ചതായിട്ടാണ് അവിടെയുള്ളൊരു സാക്ഷ്യം. ഫ്രാൻസിസ് പുണ്യവാൻ ഉരുണ്ട ഭാഗങ്ങളിലുള്ള ഒക്കെയുള്ള റോസാ ചെടിയിലെ മുള്ളുകൾ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അതല്ല, ആ അവിടെ റോസാ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു വെൽവെറ്റ് കളറ്, അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ്റെ രക്തം മൂലമുണ്ടാകുന്നൊരു വെൽവെറ്റ് കളറ് ആ റോസിനുണ്ടാകുന്നു എന്നുള്ളതാണ് ചരിത്രം. ഇതിൻ്റെ ഒരു ചിന്ത ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ, ശരീരം ചോദിക്കുന്ന മുഴുവൻ നമ്മൾ കൊടുക്കരുത്. നോ എന്ന് പറയുമ്പോൾ നോ എന്ന് പറയണം. ചില നിഷ്ഠയോടുകൂടി വേണ്ട എന്ന് പറയണം. അപ്പോഴേ നമുക്ക് വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ജഡം അതെപ്പോഴും പാപത്തിലേക്ക് നമ്മൾ പിടിച്ചു വലിക്കും. അതിനോട് നോ എന്ന് പറയാനായിട്ട് സാധിക്കണം. അപ്പോഴേ വെള്ളവസ്ത്രം നമുക്ക് കിട്ടൂ. അപ്പോഴേ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. തെറ്റിലേക്ക് പോകാനായിട്ട് നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ നോ എന്ന് പറയുമ്പോൾ നോ എന്ന് പറയണം. ആ പറയാനായിട്ടുള്ള കൃപ, അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാനായിട്ട് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലെ ഈശോ പറയുന്നില്ലേ, ഈശോ ഇങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വെള്ളവസ്ത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജീവൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. അങ്ങനെ ഉണ്ടാകാനായിട്ട് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വാള് നമ്മളെടുക്കുക. പാപത്തിലേക്ക് വീണുപോയേക്കാവുന്ന സാഹചര്യങ്ങളിൽ തീക്ഷ്ണമായിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. അതിനായിട്ട് ആ കൃപ ലഭിക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുക.
അത് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? നമ്മുടെ അനന്യത, നമ്മുടെ ഐഡൻറ്റിറ്റി അതെന്താണ്? അത് നമുക്കറിയാം. നമ്മൾ മാമോദീസയിൽ നമ്മൾ പാപത്തിന് മരിച്ചു, നമ്മൾ ഈശോയിൽ ജീവിക്കുന്നു. ഓരോ മാമോദീസ സമയത്ത് നമ്മളതല്ലേ വായിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് എന്താ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നമ്മുടെ ശരീരം പാപത്തിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മാമോദീസയിൽ നമ്മൾ ഈശോയോടുകൂടെ നമ്മൾ മരണപ്പെട്ടു, പാപത്തിൽ നമ്മൾ മരിച്ചു. ഇനി ഈശോയുടെ കൂടെയുള്ളൊരു ജീവിതമാണ്, കർത്താവിൻ്റെ കൂടെ ഒരു ജീവിതമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഇനി എങ്ങനെ എനിക്ക് പാപം ചെയ്യാൻ സാധിക്കണേ? ഇത് ഞാൻ തമ്പുരാൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമല്ലേ, വിശുദ്ധിയുടെ ഒരു ജീവിതമല്ലേ. അതുകൊണ്ട് ആ ടച്ച് ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. കർത്താവ് പിടികൂടേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. കർത്താവ് നമ്മുടെ മനസ്സുകളെ സ്നേഹമുള്ള ഒരു വചനം കേൾക്കുന്ന അവസരത്തിൽ തന്നെ സ്പർശിക്കട്ടെ. യെശയ്യാ പ്രവാചകനുണ്ടായ ആ ദർശനം, കർത്താവിനെ ഞാൻ കണ്ടു, എനിക്ക് ദുരിതം എന്ന് പറയുമ്പോൾ, ഞാൻ അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ ജീവിക്കുന്നവനാണെന്ന് പറയുമ്പോൾ, കെരൂബുകളിലൊന്ന് അവൻ്റെ നാവുകളെ സ്പർശിച്ച് അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട് പറയും, നീ ഇത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ അത് സാവധാനം രഹസ്യമായിട്ട് സാവധാനം അത് സ്വരം താഴ്ത്തിക്കൊണ്ട് ചെല്ലുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയമുള്ളവരെ. അത് ആ വിശുദ്ധി കർത്താവ് സ്പർശിക്കാനിട വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ആ വിശുദ്ധിയിലുള്ളൊരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിൽ നിലനിൽക്കാൻ സാധിക്കുക. അങ്ങനെ വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോഴാണ് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകുക. അങ്ങനെ ജീവൻ്റെ പുസ്തകത്തിലുണ്ടായാലാണ് കർത്താവ് നമ്മളെ ഏറ്റുപറയുക. ഇതാണ് നമ്മൾ വായിക്കുന്ന സാർദിസിൻ്റെ സഭയ്ക്ക് ജീവനുണ്ടാകാനായിട്ട് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഈ വെള്ളവസ്ത്രം നമ്മൾ ഇന്ന് ഈശോയോട് ചോദിച്ച് വാങ്ങണം. ഈ വെള്ളവസ്ത്രം നമ്മൾ ഈശോയോട് ചോദിച്ച് വാങ്ങണം. നമ്മൾ കാണുന്നുണ്ട് സാർദിസിലെ സഭയ്ക്ക്, നീ സത്യത്തിൽ നഗ്നനാണ്. ആണ് സാർദിസിലെ സഭയോട് കർത്താവ് പറയുന്നത്. നീ എന്നിൽ നിന്ന് വെള്ളവസ്ത്രം ചോദിച്ച് വാങ്ങണം. അത് ഈ വിശുദ്ധി ചോദിച്ചു വാങ്ങാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ വിശുദ്ധി ചോദിച്ചു വാങ്ങി വിശുദ്ധിയിൽ ജീവിക്കാനിട വരണം. അതുകൊണ്ട് ഇന്നും മരിയ ഗുരുത്തി പുണ്യവതിയോട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. വിശുദ്ധിക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു വിശുദ്ധ, വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടൊരു വിശുദ്ധ. നോ എന്ന് പറയേണ്ട സാഹചര്യങ്ങളോട് നോ എന്ന് കൃത്യമായിട്ട് പറയുക. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാലെടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വചനം, പ്രത്യേകിച്ചും ഈ മേഖലയിലെ വിശുദ്ധിയുടെ മേഖലയിൽ ക്രൈസിസ് ഉള്ളവർ, നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ദൈവവചനം, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദൈവവചനം, അത് കർത്താവ് പറഞ്ഞ വാചകമാണെങ്കിൽ ഏറ്റവും നന്നായി. ഹൃദയപരിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതന്നെ ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു ദൈവവചനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ദൈവവചനം, അത് നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ഈ ദൈവവചനം കൊണ്ട് നിറയും. ആ ദൈവവചനം കൊണ്ട് നിറയും. യു വിൽ ബി സോക്ഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മളൊരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകുക, ആ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന പോലെ നമ്മൾ ഈ ദൈവവചനം ആവർത്തിച്ച് ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ഈ ദൈവവചനം കൊണ്ട് നിറയും. നമ്മളെ പിടിച്ച് ഞെക്കിയാൽ ഈ ദൈവവചനം പുറത്തേക്ക് വരാം. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളൊന്ന് പിടിച്ച് ഞെക്കിയാൽ, നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുക, ഹൃദയപരിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. കാരണം എൻ്റെ ഹൃദയം മുഴുവൻ ഈ ദൈവവചനം കൊണ്ട് നിറയും. അങ്ങനെ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ ജീവിതം ഉണ്ടാകുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന വെള്ളവസ്ത്രം നമ്മുടെ സ്വന്തമാകും. അതുകൊണ്ട് ഇന്ന് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ മേഖലയിൽ ഒരു വിശുദ്ധീകരണം നമുക്ക് കേരള സഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ശക്തമായിട്ടത് പറയുന്നുണ്ട്. അതുകൊണ്ട് തീക്ഷ്ണമായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധരിപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.